ഉറക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വളർന്നു കഴിയുമ്പോൾ വരാതിരിക്കാൻ വേണ്ടി കുട്ടികൾക്കും കൃത്യമായിട്ടുള്ള ഉറക്കശീലങ്ങൾ ശീലിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ ഡോക്ടർ രാകേഷ്, കൺസൾട്ടന്റ് പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ്, പരുമല ഹോസ്പിറ്റൽ. ഇനി എന്താണ് നല്ല ഉറക്കത്തിന് വേണ്ടിയുള്ള ശീലങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് കൃത്യമായിട്ടുള്ള സമയത്ത് ഉറങ്ങാനും കൃത്യമായിട്ടുള്ള സമയത്ത് എഴുന്നേൽക്കാനും കുട്ടികളെ ചെറുപ്പത്തിലേ ശീലിപ്പിക്കുക. രണ്ടാമതായിട്ട് പകലുറക്കം കുറച്ച് വലിയ കുട്ടികളിൽ കഴിവതും ഒഴിവാക്കുക. തീരെ നിവൃത്തിയില്ല, വളരെ ടയർഡാണെങ്കിൽ ഒരു 45 മിനിറ്റ് വരെ പകലുറക്കമാവും. അതിൽ കൂടുതൽ ഉറങ്ങിയാൽ അത് രാത്രിയിലെ ഉറക്കത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ചായ, കോഫി പോലെയുള്ള നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പാനീയങ്ങളൊക്കെ ഒരു കിടക്കുന്നതിന് 6 മണിക്കൂർ മുമ്പായിട്ട് വേണം കുടിക്കാൻ. അതിനുശേഷം കുടിച്ചാൽ അത് നമ്മുടെ ഉറക്കത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പ്രധാനമാണ് നമ്മൾ കിടക്കുന്ന സ്ഥലം. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ബെഡ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഉറക്കം സ്വാഭാവികമായിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്ന മുറിയുടെ ടെമ്പറേച്ചറും വെന്റിലേഷനും ഒക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഉറക്കം കിട്ടും. അതേപോലെ തന്നെ പ്രധാനമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. ഒരുപാട് ഭക്ഷണം ഒത്തിരി ലേറ്റായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരു 3 മുതൽ 4 മണിക്കൂർ മുമ്പ് കഴിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള നല്ല ഉറക്കം കിട്ടും. നമ്മൾ ഉറങ്ങുന്ന മുറിയിൽ ചെറിയ ചെറിയ സൗണ്ടുകളോ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന ലൈറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. കാരണം അതൊക്കെ നമ്മുടെ ഉറക്കത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പ്രധാനമാണ് റെഗുലറായിട്ട് എക്സർസൈസ് ചെയ്യുന്ന, നല്ല എക്സർസൈസ് റെഗുലറായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ഉറക്കം കിട്ടും. പക്ഷേ ഇത്തരം നല്ല ഹെവി ആയിട്ടുള്ള എക്സർസൈസ് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ ഉറങ്ങുന്ന ബെഡ് ലാപ്ടോപ്പിൽ കളിക്കാനോ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാനോ അങ്ങനെ മറ്റ് ആക്ടിവിറ്റീസിനൊന്നും യൂസ് ചെയ്യരുത്. അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതും നമ്മുടെ ഉറക്കത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ നമ്മൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഉറക്കം കുറേ കൂടെ ബെറ്റർ ആയിട്ട് വരും. അത് ചെറുപ്പത്തിൽ ശീലിച്ചു കഴിഞ്ഞാൽ പ്രായമായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഉറക്കത്തിന് പ്രശ്നങ്ങൾ വരാതിരിക്കാനും അത് സഹായിക്കും. താങ്ക് യു.